മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനം. പകരം കദീന മാത്രമേ പൊട്ടിക്കൂ. 15 മിനിറ്റ് മാത്രമായിരിക്കും കുടമാറ്റം ഉണ്ടാവുക. കുടകളുടെ സെറ്റിന്റെ എണ്ണവും കുറയ്ക്കും. തൃശൂരിൽ ചേർന്ന മന്ത്രിമാരുടെയും ദേവസ്വങ്ങളുടെയും യോഗത്തിലാണ് തീരുമാനമായത്. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം സിംബോളിക്കാക്കും. കുറച്ച് സെറ്റ് മാത്രം. അതൊക്കെ എഴുന്നള്ളിപ്പ് സാധാരണ നടക്കണം. അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെയല്ലേ. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇളഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. വെടിക്കെട്ടുണ്ടാവോ? ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ഉണ്ടാവോ? കുടമാറ്റം ആചാരപ്രകാരമുള്ള. തിരുവമ്പാടിന് എത്ര സമയം ഉണ്ടാവും കുടമാറ്റം? ആചാരപരമായ കാര്യങ്ങൾ നടത്തും. ആചാരപരമായ കാര്യങ്ങൾ നടത്തിൽ വരെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും നടക്കും. എല്ലാ ആചാരങ്ങളും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പൂരം ഇത്തവണ നടക്കും. എല്ലാ ആചാരങ്ങളെല്ലാം നടക്കും. നട്രാജ് പരശുരാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുന്നു. കുടമാറ്റമടക്കം മറ്റു ചടങ്ങുകളൊക്കെ ആചാരപ്രകാരം വളരെ ചെറിയ തോതിൽ മാത്രം. നിയന്ത്രണങ്ങളോടെ ഇക്കുറി എങ്ങനെയായിരിക്കും പൂരം നടക്കുക നട്രാജ്? പൂരത്തിലെ പ്രധാന ആകർഷങ്ങളായ വെടിക്കെട്ടും കുടമാറ്റവും ഉണ്ടാവില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ചടങ്ങുകളും അതുപോലെ തന്നെ നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുടമാറ്റം ചടങ്ങ് ഇത്തവണ നടക്കില്ല. 15 മിനിറ്റിനകം മാറ്റാവുന്ന ഏതാണ്ട് 10 സെറ്റോളം കുടകൾ ഒരുപക്ഷെ മാറ്റാനാവും സാധ്യത. അതിലും സാധാരണ ഒരു മത്സര സ്വഭാവത്തോടു കൂടി കാണാറുള്ള കുടമാറ്റം ഇത്തവണ ഉണ്ടാവില്ല. അതൊഴിച്ചാൽ പാണ്ടിമേളം, വേൽചിത്രമേളം, തെക്കോട്ടിറക്കം ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളും ഇത്തവണയും നടക്കും. ഈ പ്രധാനപ്പെട്ട 2 ആകർഷണങ്ങളിലാണ് ഉണ്ടാവാതിരിക്കുക. അതിൽ വലിയൊരു നിരാശ പൂരപ്രേമികൾക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്തായാലും സർക്കാരും തിരുവമ്പാടി ദേവസ്വവും പാലക്കാട് ദേവസ്വവും ഒക്കെ തന്നെ ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ തീരുമാനം വന്നത്. നേരത്തെ വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് നടത്താമെന്നുള്ളൊരു ധാരണയാണ് വന്നിരുന്നത്. പക്ഷേ മറ്റ് ആഡംബരങ്ങളും അല്പം കുറയ്ക്കണമെന്ന സർക്കാരിന്റെ അഭിപ്രായം കൂടി ദേവസ്വങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. ശരി നട്രാജ്.